ദേവൻ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനമായിരുന്നു ഇന്നലെ കേട്ടത്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനവും ഒപ്പം തന്നെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നതായിരുന്നു. എന്താണ് അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്നെടുക്കാനുള്ള ഒരു കാരണം? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താണെന്ന് വെച്ചാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബി.ജെ.പി. കണ്ടപ്പോഴേ തോന്നി. അവിടെ നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിങ്ങൾ കാല് കുത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റില്ല. നീ പകപോക്കാണല്ലേടാ. കാരണം ജനങ്ങളുള്ള ഈവൻ ഹിന്ദുക്കളിൽ വരെ ഒരു ഭയം, ഒരു ഭീതിയുണ്ട്. അത് നിങ്ങൾ മാറ്റിയെടുക്കാതെ ഇവിടെ കേരളത്തിൽ ബി.ജെ.പിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അതിന് എന്നെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക്. ഞാൻ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ഒരു ലീഡറാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനും ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാനും പറ്റുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അത് ജാതി മത ഭേദമന്യേ ജനങ്ങൾക്ക് എന്നെ വിശ്വാസമാണ്. പക്ഷെ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വാസമില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ? ഇതെന്താവെന്ന് അറിയില്ലല്ലോ. അത് വലിയ കാര്യമാണത്. എന്നിൽ വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ കേരള പീപ്പിൾസ് പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. കോട്ടപ്പള്ളി പാർട്ടിക്ക് ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. ഈ 6 മാസം മുമ്പ് ഇങ്ങനൊരു രാജിവെക്കാനുള്ള തീരുമാനം എടുത്തു മാനസികമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു കാരണം തന്നെ പറയുന്നത് ഈ നേതൃത്വത്തോടുള്ള വിയോജിപ്പ്, ഈ സ്പേസ് കിട്ടാത്തതൊക്കെയാണോ? സ്പേസ് കിട്ടാത്ത തന്നെ, വേറെ അല്ലാണ്ട് സ്പേസ് കിട്ടാത്തതുകൊണ്ട്, അല്ലാണ്ട് സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല. ഞാൻ അമിത്ഷായിട്ടുള്ള മീറ്റിംഗ് 2021 അമിത്ഷായിട്ടുള്ള ഒറ്റയ്ക്ക് ഞാനും അമിത്ഷാ മാത്രമുള്ള സീറ്റ് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഏത് സീറ്റ് വേണം കേരളത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോ പറയാൻ കഴിയില്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. പക്ഷെ അതിന് എനിക്ക് സ്പേസ് തരണ്ടേ. അഭ്യാസം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്നെ ഒരു അഭ്യാസിക്കും ഈ ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു പണിതാ സ്വാമി, ഇവിടെ വെറുതെ ഇരുന്ന് വേറെ ഇറങ്ങിയെന്നേ.